നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം നളനും ദമയന്തിയും. അതിൽ ഒരു ഭാഗം നമ്മൾ കേട്ടു. ഇനി രണ്ടാമത്തെ ഭാഗമാണ്. നളനും ദമയന്തിയും വിവാഹം കഴിഞ്ഞു. അവർ കുറച്ച് ദിവസമൊക്കെ വിദർഭയിൽ താമസിച്ചു. അതിനുശേഷം യുവരാജാവിൻ്റെ അനുജ്ഞയോടും ആശീർവാദത്തോടും കൂടിയിട്ട് നിഷധ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ 12 വർഷക്കാലം ആനന്ദതുലിതരായിട്ട് അവർ ജീവിച്ചു. അവർക്ക് 2 സന്തതികളും ഉണ്ടായി എന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. ഇവിടെ കലിയാണെങ്കിൽ നളനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. നളൻ്റെ കലിബാധ. ഈ 12 വർഷവും കലി നളനെ ചുറ്റിപ്പറ്റി നടന്നു. ഒരു ദിവസം മൂത്രവിസർജനത്തിന് ശേഷം കൈകാൽ കഴുകി ശുദ്ധി വരുത്താതെ നളൻ സന്ധ്യാവന്ദനം നടത്താനിടയായി. ആ തക്കം നോക്കി കലി നളനിൽ പ്രവേശിച്ചു. അതിനുശേഷം നളൻ്റെ സഹോദരനായ പുഷ്കരൻ്റെ അടുക്കലെത്തി ഇപ്രകാരം പറഞ്ഞു: നളനെ ചൂതിൽ തോൽപ്പിച്ച് രാജ്യം കൈക്കലാക്കി രാജാവായി വാഴുന്നതിന് ഞാൻ സഹായിക്കാം. നീ അവനെ ചൂതിന് വിളിക്കുക. രാജാവാകാനുള്ള ദുരാഗ്രഹം മൂത്ത പുഷ്കരൻ കലിയുടെ പ്രലോഭത്തിന് വശനായി. പുഷ്കരൻ നളനെ ചൂതാട്ടത്തിന് വീണ്ടും വീണ്ടും വിളിച്ചു. നളൻ ചൂതാട്ടത്തിൽ ഏർപ്പെട്ടു. കലിയുടെ ആവേശത്താൽ കളിയിൽ ആസക്തനായ നളൻ പുഷ്കരനുമായിട്ട് പല മാസങ്ങൾ ചൂതാടി. ചൂതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ദമയന്തിയും മന്ത്രിമാരും പലവിധത്തിൽ പരിശ്രമിച്ചിട്ടും വിജയിച്ചില്ല. അവസാനം നളന് സകല സമ്പത്തും രാജ്യവും നഷ്ടപ്പെട്ടു. ഇതിനിടയിൽ ദമയന്തി തൻ്റെ 2 കുട്ടികളെയും നളൻ്റെ വിശ്വസ്തനായ സാരഥി വാർഷ്ണേയനോടൊപ്പം വിദർഭയിലേക്ക് അയച്ചു. വാർഷ്ണേയൻ അവരെ കൊണ്ടാക്കിയ ശേഷം പലയിടത്തും ചുറ്റി സഞ്ചരിച്ച് അവസാനം അയോധ്യ രാജാവായ ഋതുപർണ രാജാവിൻ്റെ സാരഥിയായി അവിടെ പാർത്തു. നളനെ പുഷ്കരൻ രാജ്യഭ്രഷ്ടനാക്കി. ദമയന്തിയോടൊപ്പം അദ്ദേഹം നിഷധ രാജ്യം വിട്ടു. വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് 2-3 ദിവസം നടന്ന് അവർ ഒരു കാട്ടിലെത്തി. അവിടെ സ്വർണ്ണ ചിറകുകളുള്ള ഒരു പറ്റം പക്ഷികളെ കണ്ടു. അതിനെ പിടിച്ചു നിന്ന് വിശപ്പടക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ താൻ ധരിച്ചിരുന്ന ഒറ്റ വസ്ത്രമെടുത്ത് ഓടിച്ചെന്ന് പക്ഷികളെ മൂടി. ഉടൻ തന്നെ പക്ഷികൾ കൂട്ടത്തോടെ വസ്ത്രവും കൊണ്ട് മുകളിലേക്ക് പറന്നു. പക്ഷികൾ പറഞ്ഞു: ഞങ്ങൾ പക്ഷികളല്ല, അക്ഷങ്ങളാണ്. നിന്നിൽ ശേഷിച്ചിട്ടുള്ള ഈ വസ്ത്രം കൂടി അപഹരിക്കാൻ ഞങ്ങൾ വന്നതാണ്. പക്ഷികൾ മുണ്ടുമായിട്ട് പറന്നുപോയി. നളൻ ഇതികർത്തവ്യത മൂടനായി. തൻ്റെ കൂടെ നടന്ന് കഷ്ടപ്പെടാതെ ദമയന്തി വിദർഭയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. അപ്രകാരം അവൻ അവളോട് നിർദ്ദേശിച്ചപ്പോൾ 2 പേരും കൂടി വിദർഭയിൽ പോയി. അച്ഛൻ്റെ കൂടെ താമസിക്കാമെന്ന പ്രതിനിർദ്ദേശം ദമയന്തി നളൻ്റെ മുമ്പാകെ വെച്ചു. അപ്പോൾ നളൻ പറഞ്ഞു: രാജാവായി വിദർഭയിലേക്ക് പോയ ഞാൻ ഇന്ന് തെണ്ടിയായി അവിടേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ ആ കാറ്റിൽ ചുറ്റി നടന്ന് ക്ഷീണിതരായപ്പോൾ അവിടെ കണ്ട ഒരു വഴി അമ്പലത്തിൽ കിടന്നുറങ്ങി. നളന് അധികം കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ എഴുന്നേറ്റു. സുഖമായി ഉറങ്ങുന്ന സാധ്യയും പതിവ്രതയുമായ ദമയന്തിയെ നോക്കി അവൻ നെടുവീർപ്പിട്ടു. നളൻ ആലോചിച്ചു: ഇവൾ സ്വമനസ്സാലെ എന്നെ പിരിഞ്ഞു പോകില്ല. എൻ്റെ കൂടെ അലിഞ്ഞു നടന്ന് ഇവൾ വല്ലാതെ കഷ്ടപ്പെടും. ഞാൻ കൂടെ ഇല്ലെങ്കിൽ ഇവൾ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി രക്ഷപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് ഇവളെ ഇവിടെ തന്നെ വെടിഞ്ഞു പോകുന്നതാണ് ഏകമാർഗം. ഇപ്രകാരം ചിന്തിച്ച് അവളുടെ വസ്ത്രത്തിൻ്റെ പകുതി മുറിച്ചെടുത്തു. തൻ്റെ നഗ്നത മറച്ചുകൊണ്ട് നളൻ അവിടെ നിന്ന് ഓടിപ്പോയി. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ താൻ ദമയന്തിയോട് കാട്ടുന്നത് ക്രൂരതയാണ് എന്ന് തോന്നിയിട്ട് ദമയന്തിയുടെ അടുക്കലേക്ക് മടങ്ങി. അപ്പോഴും അവൾ സുഖനിദ്രയിലായിരുന്നു. അവനിൽ ആവേശിച്ചിരുന്ന കലിയുടെ പ്രേരണയാൽ വീണ്ടും അവൻ അവിടെ നിന്നും പോയി. അപ്രകാരം 2-3 പ്രാവശ്യം പോകുകയും വീണ്ടും ദമയന്തിയുടെ അടുത്തേക്ക് മടങ്ങുകയും ചെയ്ത നളനെ അവസാനം അവിടേക്കും മടങ്ങി വരാത്തവണ്ണം ആട്ടി ഓടിക്കുന്നതിന് കലിക്ക് കഴിഞ്ഞു. നളൻ ദമയന്തിയെ തനിയെ വിട്ടിട്ട് ഓടി മറഞ്ഞു. ദമയന്തി ഉണർന്നെഴുന്നേറ്റപ്പോൾ നളനെ കണ്ടില്ല. അവൾ വിലപിച്ചുകൊണ്ട് ആ കാട്ടിലെല്ലാം നളനെ അന്വേഷിച്ചുകൊണ്ട് ഓടി നടക്കവേ ഒരു പെരുമ്പാമ്പിൻ്റെ വായിലകപ്പെട്ടു. തത്സമയം അവിടെ എത്തിയ ഒരു വേടൻ പെരുമ്പാമ്പിനെ കൊന്ന് അവളെ മരണവക്രത്തിൽ നിന്നും രക്ഷിച്ചു. സുന്ദരിയായ ദമയന്തിയെ കണ്ട് കാട്ടാളൻ കാമാതുരനായി. അവൻ അവളെ പ്രാപിക്കാനുള്ള ഉദ്ദേശത്തോടെ അവളോടടുത്തു. അവൻ്റെ ഇംഗിതം മനസ്സിലാക്കിയ ദമയന്തി കോപം കൊണ്ട് വിറച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും തീപ്പൊരി പാറി. അവൾ പറഞ്ഞു: നൈഷധനൊഴികെ മറ്റാരെയും ഞാൻ സ്മരിക്കുക പോലും ചെയ്തിട്ടില്ല എങ്കിൽ, എൻ്റെ പാതിവൃത്യത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈ കാട്ടാളൻ ദഹിച്ചു പോകട്ടെ. ദമയന്തിയുടെ ശാപത്തിനിരയായ ക്ഷുദ്രനായ കാട്ടാളൻ ഇടിവെട്ടേറ്റ വൃക്ഷം കണക്കെ ദഹിച്ചു വീണു. അവൻ ലക്ഷ്യമില്ലാതെ രാജാവേ, അവൾ ലക്ഷ്യമില്ലാതെ രാജാവേ രാജാവേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അലഞ്ഞു നടന്നു. അപ്പോൾ ഒരു വ്യാക്രം അവിടെ നിൽക്കുന്നത് കണ്ടു. തൻ്റെ ജീവൻ ഒടുക്കി കഷ്ടപ്പാടിൽ നിന്നും മോചിപ്പിക്കാം എന്നുള്ള
പ്രതീക്ഷയോടെ അവൾ കൂസൽ കൂടാതെ വ്യാഘ്രത്തിൻ്റെ മുന്നിലേക്ക് ചെന്നു. എന്നാൽ അവളെ കണ്ടതായിട്ട് പോലും ഭാവിക്കാതെ ആ മൃഗം ഒഴിഞ്ഞു മാറി പോയി കളഞ്ഞു. അവൾ നിരാശയായി. അവൾക്ക് ഭയമോ പരിഭ്രമമോ അശേഷമില്ലായിരുന്നു. 2-3 ദിവസം ആഹാരമൊന്നുമില്ലാതെ അവൾ ആ വനത്തിൽ ചുറ്റിക്കറങ്ങി. അവസാനം ഒരു തപോവനത്തിൽ എത്തിച്ചേർന്നു. അവിടെ മഹാതപസ്സികളായ അനേകം മഹർഷിമാരെ കണ്ടു. അവൾ നളനെ പറ്റി തിരക്കി. ദമയന്തി, മഹാശയന്മാരായ താപസോത്തമന്മാരെ, ഞാൻ നളമഹാരാജാവിൻ്റെ പത്നിയായ ദമയന്തിയാണ്. രാജ്യഭ്രഷ്ടനായി ഞങ്ങൾ ഈ കാട്ടിലെത്തിയതാണ്. ഇവിടെ വെച്ച് ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ അദ്ദേഹത്തെ തേടി നടക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടുകിട്ടുന്നില്ല എങ്കിൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കാൻ ആഗ്രഹമില്ല. താമസന്മാർ പറഞ്ഞു, ശുഭേ, ഭൗതിക്ക് മേലിൽ മംഗളം വരും. നീ നളനെ കണ്ടെത്തി ആനന്ദത്തോടെ ജീവിക്കും. സമാധാനമായിട്ടിരിക്കുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ആ താമസന്മാർ ആശ്രമത്തോടു കൂടി തന്നെ മറഞ്ഞുപോയി. ദമയന്തി ആശ്ചര്യപ്പെട്ടു. തനിക്ക് മായാഭ്രമം ഉണ്ടായതാണോ എന്നവൾ സംശയിച്ചു. എങ്കിലും നളനെ കണ്ടെത്തുമെന്നുള്ള താപസന്മാരുടെ വാക്കുകൾ അവളിൽ ഒരു നവചൈതന്യം സൃഷ്ടിച്ചു. അവൾ വീണ്ടും നളനെ തേടി നടക്കുന്ന കൂട്ടത്തിൽ ഒരു നദിക്കരയിലെത്തി. അവിടെ വൃദ്ധരും യുവാക്കളും യുവതികളും ബാലികാബാലന്മാരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനസമൂഹത്തെ ദമയന്തി കണ്ടു. അത് ഒരു സാർത്ഥവാഹക സംഘമായിരുന്നു. വിശ്വമോഹിനിയായ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് കാട്ടിൽ കണ്ടപ്പോൾ അവർ യക്ഷിയോ മറ്റോ ആണെന്ന് തെറ്റിദ്ധരിച്ച് സംഘത്തിലുണ്ടായിരുന്നവർ ആദ്യം ഭയപ്പെട്ടു. ദമയന്തി അവളുടെ ചരിത്രമെല്ലാം അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അവളിൽ അനുകമ്പ തോന്നി. അവർ കച്ചവടത്തിനായിട്ട് ചേതി രാജ്യത്തിലെത്തി. ഒപ്പം ദമയന്തിയും. ദമയന്തി ചേതി രാജധാനിയിൽ. കീറത്തുണിയുമുടുത്ത് അഴിഞ്ഞുലഞ്ഞ മുടിയുമായി ഉന്മത്തയെപ്പോലെ നടന്നിരുന്ന ദമയന്തിയെ കണ്ടപ്പോൾ തെരുവു പിള്ളേർ കൗതുകത്തോടെ അവളെ പിന്തുടർന്നു. അവൾ കൊട്ടാരത്തിന് മുൻവശത്തുള്ള വീതിയിൽ കൂടി പോകുമ്പോൾ കൊട്ടാര മാളികയുടെ മട്ടുപ്പാവിൽ നിന്നിരുന്ന രാജ്ഞി അവളെ കാണാനിടയായി. അവർ ഒരു ദാസിയെ അയച്ച് ദമയന്തിയെ അവരുടെ അടുത്തേക്ക് വരുത്തി. ദമയന്തിയെ അടുത്ത് കണ്ടപ്പോൾ ബാഹ്യമായി പ്രാകൃത വേഷം അടിഞ്ഞിരുന്നവളാണ് എങ്കിലും ആന്തരികമായി കുലീനത നിറഞ്ഞൊരു സ്ത്രീയാണ് അവളെന്ന് രാജ്ഞിക്ക് തോന്നി. രാജ്ഞി അവളുടെ വിവരങ്ങൾ തിരക്കി. നളന്റെ ഭാര്യയായ ദമയന്തിയാണ് താനെന്ന കാര്യം ഒളിച്ചു വെച്ചിട്ട് അവൾ പറഞ്ഞു. ഭർത്താവിനെ സേവിക്കുകയും അദ്ദേഹത്തിൻ്റെ സുഖദുഃഖങ്ങളെ ആത്മാർത്ഥമായി പങ്കുകൊള്ളുകയും ചെയ്യുന്ന ഒരു കുലീനയാണ് ഞാൻ. എൻ്റെ ഭർത്താവ് നിർഭാഗ്യവശാൽ ചൂതുകളിയിൽ തോറ്റ് എല്ലാം നഷ്ടപ്പെട്ട് കാട് കയറി. ഞാനും അദ്ദേഹത്തെ അനുഗമിച്ചു. കാട്ടിൽ വെച്ച് ഞങ്ങൾ യാദൃച്ഛികമായി പിരിഞ്ഞു. എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കണ്ടുകിട്ടിയില്ല. അലഞ്ഞു തിരിഞ്ഞ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നതാണ്. ഗൽഗതത്തോടെ വിലപിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ ദമയന്തിയോട് രാജ്ഞിക്ക് സഹതാപം തോന്നി. അവളുടെ ഭർത്താവിനെ തിരിഞ്ഞു പിടിക്കാൻ ഭൃത്യന്മാരെ അയക്കാമെന്നും അദ്ദേഹത്തെ കണ്ടുകിട്ടുന്നതുവരെ അവൾ രാജകൊട്ടാരത്തിൽ താമസിക്കണമെന്നും രാജ്ഞി നിർദ്ദേശിച്ചു. ദമയന്തി രാജ്ഞിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാജ്ഞി, എന്നോട് അവിടുന്ന് കാണിക്കുന്ന കരുണയ്ക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ചില വ്യവസ്ഥകൾ പ്രകാരം മാത്രമേ എനിക്ക് ഇവിടെ താമസിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ആരുടെയും ഉച്ഛിഷ്ടം പുജിക്കുകയോ കാൽ കഴുകുകയോ ചെയ്യില്ല. എൻ്റെ ഭർത്താവിനെ അന്വേഷിക്കാൻ പെടുന്ന പുരുഷനോടല്ലാതെ മറ്റൊരു പുരുഷനോടും ഞാൻ സംസാരിക്കുകയില്ല. എൻ്റെ മാനം കെടുത്തുന്നതിന് ഏതെങ്കിലും പുരുഷൻ ശ്രമിച്ചാൽ അവൻ ആര് തന്നെ ആയാലും അവന് കടുത്ത ശിക്ഷ നൽകണം. ഈ വ്യവസ്ഥകൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ താമസിച്ചു കൊള്ളാം. ദമയന്തിയുടെ വ്യവസ്ഥകൾ ശ്ലാഘ്യമാണെന്ന് പറഞ്ഞ് അതെല്ലാം സമ്മതിച്ച് ഇവളെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. രാജ്ഞി മകളായ സുനന്ദയെ വിളിച്ച് ദമയന്തിയെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ തൊഴിയായി കൂടെ താമസിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു. ഇനി നളനും കാർക്കോടകനും. ദമയന്തിയെ തനിച്ച് വിട്ടിട്ട് ഓടിപ്പോയ നളൻ കുറേ ദൂരെ ചെന്നപ്പോൾ കാറ്റിൻ്റെ ഒരു ഭാഗത്ത് ഭയങ്കരമായി തീ കത്തുന്നത് കണ്ടു. അപ്പോൾ പുണ്യവാനായ നള, ഓടിവരൂ, എന്നെ രക്ഷിക്കൂ, ഓടിവരൂ എന്നൊരു ദീനരോധനം നളൻ കേട്ടു. തീയുടെ മധ്യത്തിൽ നിന്നായിരുന്നു ആ ശബ്ദം ബുദ്ധി വന്നത്. അഗ്നിഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള നളൻ നിർഭയം തീയുടെ മധ്യത്തിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അവിടെ ഭയങ്കരനായ സർപ്പം കിടക്കുന്നത് കണ്ടു. ആ സർപ്പമായിരുന്നു നളനെ വിളിച്ചു കരഞ്ഞത്. സർപ്പം പറഞ്ഞു, ഞാൻ നാഗരാജാവായ കാർക്കോടകനാണ്. നാരദ മഹർഷിയെ ഞാൻ വഞ്ചിക്കുകയുണ്ടായി. അനങ്ങാൻ പാടില്ലാത്ത വിധം നീ ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് അദ്ദേഹം എന്നെ ശപിച്ചു. ഞാൻ ശാപമോക്ഷത്തിന് വേണ്ടി കേണപേക്ഷിച്ചപ്പോൾ നളം വന്ന് നിന്നെ എടുക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടുമെന്ന് മഹർഷി എന്നെ അറിയിച്ചു. ഞാൻ എൻ്റെ ആകൃതി അങ്ങേക്ക് എടുക്കത്തക്കവണ്ണം ചെറുതാക്കാം. എന്നെ തീയിൽ നിന്നും പുറത്തു കൊണ്ടുപോയി രക്ഷിക്കൂ. ചെറുതായി രൂപം പ്രാപിച്ച കാർക്കോടകനെയും എടുത്തുകൊണ്ട് നളൻ തീയില്ലാത്ത സ്ഥലത്ത് വന്നു. അപ്പോൾ സർപ്പം പറഞ്ഞു, രാജാവേ, അങ്ങ് കാലടികൾ എണ്ണിക്കൊണ്ട് അല്പദൂരം നടക്കുക. നളൻ എണ്ണിക്കൊണ്ട് പാദങ്ങൾ മുന്നോട്ട് വെച്ചു. 10ാമത്തെ അടി വെച്ചപ്പോൾ കാർക്കോടകൻ നളനെ ദംശിച്ചു.
കടിയേറ്റ ഉടനെ നളൻ ആകെ മാറിപ്പോയി. അവൻ്റെ നിറം കറുത്തു, നീളം കുറഞ്ഞു, കുറിയവനായി. ആകെ വികൃതരൂപിയായി തീർന്ന നളൻ അത്ഭുതപ്പെട്ട് വിഷണനായി നിന്നുപോയി. നളൻ്റെ തോളിൽ നിന്നും താഴേക്ക് ചാടിയ കാർക്കോടകൻ സ്വന്തം രൂപം കൈക്കൊണ്ടിട്ട് നളനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ഗുണത്തിനു വേണ്ടിയാണ് ഞാൻ അങ്ങയെ കടിച്ചത്, ഈ വികൃത രൂപത്തിൽ ആക്കിയത്. അങ്ങയുടെ ശരീരത്തിൽ കലി വ്യാപിച്ചിട്ടുണ്ട്. എൻ്റെ വിഷം അവനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. അവൻ അങ്ങയെ വിട്ടുപോകുന്നത് വരെ വിഷബാധയേറ്റ് വിഷമിച്ചു കൊണ്ടിരിക്കും. അങ്ങ് അയോധ്യയിൽ പോയി ഋതുവർണ്ണ രാജാവിൻ്റെ സാരഥിയായി കൂടുക. അശ്വവിദ്യയിൽ അജയ്യനായ അങ്ങയ്ക്ക് അക്ഷവിദഗ്ധനായ അർജുനനിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ലഭിക്കും. അശ്വവിദ്യ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ട് പകരമായി അക്ഷവിദ്യ അങ്ങ് കരസ്ഥമാക്കുക. അങ്ങയ്ക്ക് നഷ്ടപ്പെട്ട രാജ്യവും സമ്പത്തും തിരിച്ചെടുത്ത് ദമയന്തിയോടുകൂടി അങ്ങ് സസുഖം വാഴും. തൽക്കാലം അങ്ങ് ബാഹുകൻ എന്ന പേര് സ്വീകരിക്കുക. അങ്ങയ്ക്ക് സ്വന്തം രൂപം എപ്പോൾ വേണമെന്ന് തോന്നുന്നുവോ അപ്പോൾ ഞാൻ തരുന്ന വസ്ത്രം ധരിക്കുക. അങ്ങയുടെ വികൃതവേഷം മാറി പഴയ രൂപം ലഭിക്കും. ഇപ്രകാരം പറഞ്ഞിട്ട് ആ പന്നകേന്ദ്രൻ 2 വസ്ത്രങ്ങൾ നളന് നൽകി. അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി. ഇനി നളൻ സാരഥിയാവുന്നു. നളൻ അയോധ്യയിലെത്തി ഋതുവർണ്ണനെ കണ്ടു. നളൻ പറഞ്ഞു, മഹാരാജാവേ, എൻ്റെ പേര് ബാഹുകൻ എന്നാണ്. ഞാനൊരു സാരഥിയാണ്. കുതിരകളെ മറ്റാരും ഓടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ എനിക്ക് ഓടിക്കാൻ കഴിയും. കൂടാതെ ഏറ്റവും രുചികരമായി ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള സാമർഥ്യവും എനിക്കുണ്ട്. ഞാൻ അങ്ങയെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു, അനുവദിച്ചാലും. ഋതുവർണ്ണൻ നളനെ പരീക്ഷിച്ചു. അവൻ പറഞ്ഞ 2 കാര്യങ്ങളിലും അവൻ അതീവ വിദഗ്ധനാണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു. ശീഘ്രയാത്ര ചെയ്യുന്നതിൽ ഏറ്റവും തൽപരനായ രാജാവ് നളനെ കൊട്ടാരത്തിലെ അശ്വനായകനായി നിയമിച്ചു. സാരഥി വാർഷ്ണേയനും കൊട്ടാരത്തിലെ അശ്വങ്ങളുടെ സൂക്ഷിപ്പുകാരനായ ജീവലനും നളന്റെ കീഴിൽ ജോലി ചെയ്യുന്നതിന് ഏർപ്പാട് ചെയ്തു. നളന് എപ്പോഴും ദമയന്തിയെ പറ്റിയായിരുന്നു വിചാരം. അവൻ ഘോരവനത്തിൽ വെച്ചും മരിച്ചു, അതോ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഏകാന്തതയിലിരുന്ന് അവൻ നെടുവീർപ്പിടുമായിരുന്നു. ദമയന്തിയെ കണ്ടെത്തുമെന്ന് കാർക്കോടകൻ പറഞ്ഞതോർത്ത് അപ്പോഴൊക്കെ അവൻ സമാശ്വസിച്ചു. എങ്കിലും ദമയന്തിയെ പറ്റി തന്നെ എപ്പോഴും ഓർത്തുകൊണ്ട് നളൻ അയോധ്യയിൽ അജ്ഞാതനായിട്ട് പാർത്തു. എല്ലാം നഷ്ടപ്പെട്ട നളനും ദമയന്തിയും കാടുകയറിയ വൃത്താന്തം പറഞ്ഞപ്പോൾ വിദർഭ രാജാവായ ഭീമൻ അവളെ അന്വേഷിച്ച് നാനാദിക്കിലേക്കും ആളുകളെ അയച്ചു. ആ കൂട്ടത്തിൽ സുദേവൻ എന്നൊരു ബ്രാഹ്മണൻ ചേതി രാജ്യത്തിലെത്തി. അവിടെ രാജമന്ദിരത്തിൽ വെച്ച് രാജാവിൻ്റെ പ്രാർത്ഥനാ സമയത്ത് രാജകുമാരി സുനന്ദയോടൊപ്പം നിന്നിരുന്ന ദമയന്തിയെ സുദേവൻ കണ്ടുമുട്ടി. സുദേവൻ ദമയന്തിയെ സമീപിച്ച് പറഞ്ഞു, അല്ലയോ ദമയന്തി, ഞാൻ ഭൗതിയുടെ സഹോദരൻ്റെ സുഹൃത്തായ സുദേവനാണ്. ഞാൻ ഭൗതിയെ തിരഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ ഇവിടെ എത്തിയതാണ്. ഭൗതിയുടെ അച്ഛനമ്മമാരും കുട്ടികളും സൗഖ്യമായിരിക്കുന്നു. അവരെല്ലാം ഭൗതിയെപ്പറ്റി എപ്പോഴും ചിന്തിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുദേവനെ ദമയന്തിക്കും മനസ്സിലായി. അച്ഛനമ്മമാരെ പറ്റിയും തൻ്റെ കുട്ടികളെ പറ്റിയും വിശദ വിവരങ്ങൾ അവൾ ആരാഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ കരയുന്നത് കണ്ട് സുനന്ദയും കണ്ണീർ വാർത്തു. ഒരു ബ്രാഹ്മണനോട് വർത്തമാനം പറഞ്ഞ് ദമയന്തി വിലപിച്ച വിവരം രാജകുമാരി രാജ്ഞിയെ അറിയിച്ചു. അവർ ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് കാര്യം തിരക്കി. അപ്പോൾ സുദേവൻ ദമയന്തിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും രാജ്ഞിയെ അറിയിച്ചു. രാജ്ഞി ദമയന്തിയുടെ അടുത്തെത്തി അവളെ വാത്സല്യത്തോടെ ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, മോളെ, നീ എന്തുകൊണ്ടാണ് നിന്റെ യഥാർത്ഥ വിവരങ്ങൾ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത്? ഞാൻ നിന്റെ അമ്മയുടെ അനുജത്തിയാണ്. എൻ്റെയും നിന്റെ അമ്മയുടെയും വിവാഹം ഞങ്ങളുടെ അച്ഛനായ ദശാർണ രാജാവ് സുദാമാവ് ഒരുമിച്ചാണ് നടത്തിയത്. ചേച്ചി വിദർഭ രാജാവ് ഭീമന്റെ പത്നിയായപ്പോൾ ഞാൻ ചേതി രാജാവായ വീരബാഹുവിൻ്റെ പത്നിയായി. നിന്നെ പ്രസവിച്ചത് അച്ഛൻ്റെ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു. അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും ഇത്രയും നാൾ ഇവിടെ സുരന്തയുടെ തോഴിയായിട്ടാണല്ലോ നീ കഴിച്ചുകൂട്ടിയത്. ഇത് നിന്റെ വീട് തന്നെയാണ്. ദമയന്തി വിനയാന്വിതയായി പറഞ്ഞു. ചെറിയമ്മേ, എൻ്റെ വിവരങ്ങൾ ഒളിച്ചു വെച്ചതിൽ ക്ഷമിക്കണം. എന്നെ നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും എന്നോട് എത്രമാത്രം സ്നേഹത്തോടെയാണ് പെരുമാറിയത്. ഇവിടുത്തെ വാസം എനിക്ക് ഏറ്റവും സുഖകരമായിരുന്നു. ഞാൻ വീട് വിട്ടിട്ട് വളരെ നാളുകളായല്ലോ. ഇനിയും എന്നെ വിദർഭയിലേക്ക് പോകാൻ അനുവദിക്കുക. ദമയന്തിയെ സൈന്യങ്ങളുടെ അകമ്പടിയോടെ പല്ലക്കിൽ കയറ്റി വിദർഭയിലേക്ക് അയച്ചു. ദമയന്തിയെ കണ്ടപ്പോൾ അച്ഛനമ്മമാരും കുട്ടികളും വളരെയധികം ആഹ്ലാദിച്ചു. എന്നാൽ നളനെ പറ്റിയുള്ള ചിന്ത മൂലം ദമയന്തി ദുഃഖിതയായിരുന്നു. അവൾ അമ്മയോട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നളനെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണം. അമ്മ ഈ വിവരം അച്ഛനെ അറിയിച്ചു. ഭീമരാജാവ് തൻ്റെ ആൾക്കാരെ
നാനാ രാജ്യങ്ങളിലേക്കും നളനെ തേടി പോകാൻ ഏർപ്പാട് ചെയ്തു. അവർ യാത്രയുടെ വിവരം അറിയാൻ ദമയന്തിയുടെ അടുത്ത് വന്നപ്പോൾ ദമയന്തി പറഞ്ഞു, നിങ്ങൾ നളനെ അന്വേഷിച്ച് ചെല്ലുന്നിടത്തൊക്കെ ജനങ്ങൾ കേൾക്കെ ഇങ്ങനെ പാടണം: കാട്ടിൽ കിടന്നുറങ്ങിയിരുന്ന കാന്തയെ വിട്ടുപിരിഞ്ഞു നീ എങ്ങുപോയി, എത്തും പിടിയുമില്ലാത്ത കഥനത്തിൽ ആക്കിയോരെന്നെ കരയ്ക്കു കയറ്റാൻ എത്തുക വേഗം, കനിയുകി പാപത്തിൽ ഉത്തമനായുള്ള പ്രാണനാഥ. ഇത് കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടായതായി കണ്ടാൽ അയാളുടെ വിവരങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കണം. ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ഇപ്രകാരം പാടിയതെന്ന് ആരും അറിയുകയും ചെയ്യരുത്. ഭൈമിയുടെ നിർദ്ദേശവും കേട്ടുകൊണ്ട് വിപ്രന്മാർ നളനെ തേടി നാനാ ദിക്കിലേക്കും പോയി. പോയവരൊക്കെ ഓരോരുത്തരായി മടങ്ങിയെത്തി. അവർക്കാർക്കും നളനെപ്പറ്റി ഒരു വിവരവും ലഭിച്ചില്ല. ഇനി പർണാദന്റെ കണ്ടെത്തൽ. പർണാദൻ എന്നൊരു ബ്രാഹ്മണനും നളനെ അന്വേഷിച്ചു പോയ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ഋതുപർണന്റെ തഹസിൽ പ്രവേശനം ലഭിച്ച അയാൾ അവിടെ വെച്ച് ഈ പാട്ടുപാടി. ആരിലും ഒരു പ്രതികരണവും കണ്ടില്ല. പർണാദൻ രാജസദസ് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഈ പാട്ട് കേട്ട ബാഹുകൻ അയാളെ പിന്തുടർന്നു. ഒരു വിജന സ്ഥലത്ത് എത്തിയപ്പോൾ ബാഹുകൻ ബ്രാഹ്മണനോട് പറഞ്ഞു, നിങ്ങൾ പാടിയ പാട്ട് ഞാൻ കേട്ടു. കാനനത്തിൽ വെച്ച് ഭാര്യയെ ഉപേക്ഷിച്ചത് മനസ്സോടുകൂടി ആയിരിക്കുകയില്ല. കുലസ്ത്രീകളായ പതിവ്രതകൾ അതൊക്കെ പൊറുക്കും. അവൾക്ക് ഒരു ദോഷവും ഉണ്ടാവുകയില്ല. അവൾ ഭർത്താവിനോട് ക്ഷമിക്കണം. ആ ഭർത്താവും അതോർത്ത് ദുഃഖിക്കുന്നുണ്ടാവും. ഇത് പറയുമ്പോൾ ബാഹുകന്റെ മുഖത്ത് ദുഃഖം നിഴലിക്കുന്നത് പർണാദൻ കണ്ടു. അയാൾ ബാഹുകനെ പറ്റി അന്വേഷിച്ചു. വിരൂപിയും ഉള്ളനുമായ അയാൾ ഋതുപർണന്റെ അശ്വപാലകനാണ് എന്നും തേരോടിക്കുന്നതിൽ വിദഗ്ധനാണെന്നും കൂടാതെ ഏറ്റവും സ്വാദിഷ്ടമായ വിധത്തിൽ പാചകം ചെയ്യാൻ കഴിവുള്ളവനാണെന്നും പർണാദൻ മനസ്സിലാക്കി. പർണാദൻ വിദർഭയിൽ മടങ്ങിയെത്തി ദമയന്തിയോട് ഈ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ട് പറഞ്ഞു, അയാൾ ഭയങ്കര വിരൂപിയാണ്. എനിക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വെറുപ്പാണ് തോന്നിയത്. പക്ഷെ അയാൾ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ അയാൾക്ക് നളനെപ്പറ്റി എന്തോ അറിയാമെന്ന് എനിക്ക് തോന്നി. ദമയന്തി ചിന്തയിലാണ്ടു. നളൻ അശ്വതത്വജ്ഞനാണ്. യമന്റെയും വന്യയുടെയും വരുണന്റെയും വരങ്ങൾ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് പാചകകലയിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. പക്ഷെ ബാഹുകൻ വിരൂപിയാണെന്നല്ലേ പറഞ്ഞത്? ചിലപ്പോൾ ആളെ അറിയിക്കാതിരിക്കാനായി സ്വന്തം വേഷം മറിച്ച് വിരൂപനായതായിരിക്കുമോ? എന്നാലും എങ്ങനെ കുള്ളനായി? ഏതായാലും വിശദമായി അന്വേഷിക്കുക തന്നെ. ഇപ്രകാരം ആലോചിച്ച് തീരുമാനിച്ച ദമയന്തി അമ്മയുടെ അടുത്തെത്തി. പർണാദൻ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം നളനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപ്പറ്റി കൂടുതലായി അന്വേഷിക്കണം. അച്ഛൻ ഇപ്പോൾ ഒന്നും അറിയണ്ട. ഞാൻ സുദേവനെ അയോധ്യയിലേക്ക് അയക്കുകയാണ്. അമ്മ സമ്മതിച്ചു. ദമയന്തി സുദേവനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പക്ഷിവേഗത്തിൽ അയോധ്യയിൽ എത്തണം. ഋതുപർണനെ കണ്ട് നാളെ ദമയന്തിയുടെ 2ാം സ്വയംവരമാണെന്നും ഋതുപർണൻ നിശ്ചയമായും അതിൽ സംബന്ധിക്കണമെന്നും അദ്ദേഹത്തെ അറിയിക്കണം. സുദേവൻ അയോധ്യയിലെത്തി ഋതുപർണനെ കണ്ടു പറഞ്ഞു, ദമയന്തിക്ക് പുനഃസ്വയംവരം നിശ്ചയിച്ച് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തം നാളെയാണ്. ഭവാനും അതിൽ പങ്കുകൊള്ളുന്നത് നല്ലതാണ്. സ്വയംവരത്തിന് പോകാൻ രാജാവ് തീരുമാനിച്ചു. അദ്ദേഹം ബാഹുകനെ വിളിച്ചു പറഞ്ഞു, ബാഹുക, നീ അശ്വദക്ഷനാണല്ലോ. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് വിദർഭയിലെത്തണം. നാളെ ദമയന്തിയുടെ സ്വയംവരമാണ്. അതിൽ പങ്കുകൊള്ളണം. ഇത് കേട്ടപ്പോൾ നളന്റെ ഹൃദയം തകർന്നു. എന്ത്, ദമയന്തിയുടെ സ്വയംവരമോ? അവൾ വീണ്ടും വിവാഹിതയാവുന്നോ? താൻ അവളോട് ചെയ്തത് മഹാപരാധം തന്നെ. എങ്കിലും ഭൈമി മറ്റൊരുവനെ വിവാഹം കഴിക്കുന്നത് ക്രൂരമാണ്. സ്ത്രീകളുടെ സ്വഭാവം ചപലം തന്നെ. വേർപാട് മൂലം അവൾക്ക് എന്നോടുള്ള സൗഹൃദം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവൾ ഒരിക്കലും എന്നെ വിസ്മരിക്കുകയില്ല. ഞാനിത് വിശ്വസിക്കുന്നില്ല. ഏതായാലും അവിടെ എത്തിയാൽ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാമല്ലോ. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഋതുപർണന്റെ ആഗ്രഹം പോലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിദർഭയിലെത്താമെന്ന് അറിയിച്ചു. നളൻ അശ്വാലയത്തിൽ നിന്ന് 4 കുതിരകളെ തെരഞ്ഞെടുത്തു. രഥത്തിൽ പൂട്ടി രാജാവിനെയും കൊണ്ട് യാത്ര തിരിച്ചു. രഥം പുഴകളും മലകളും കാടുകളും മേടുകളും പൊയ്കകളും കടന്ന് പക്ഷിവേഗത്തിൽ വിദർഭയിലേക്ക് കുതിച്ചു. ഇനി കലിയിൽ നിന്ന് മോചനം. തേരിൻ്റെ വേഗം രാജാവിനെ അമ്പരപ്പിച്ചു. ശീഘ്രഗതിയിൽ മാത്രം എപ്പോഴും തേരിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രാജാവിന് പോലും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഒരിക്കലും ഇത്രയും വേഗത്തിൽ അദ്ദേഹം തേരിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ രാജാവിൻ്റെ ഉത്തരീയം കാറ്റിൽ പറന്ന് താഴെ വീണു. അതെടുത്താൽ കൊള്ളാമെന്ന് രാജാവ് പറഞ്ഞപ്പോൾ അത് വീടിനടുത്തു നിന്നും നിമിഷങ്ങൾക്കുള്ളിൽ അനവധി യോജന ദൂരം രഥം സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നും അതുകൊണ്ട് ഉത്തരീയം എടുക്കുന്ന കാര്യം പ്രയാസമാണെന്നും നളൻ രാജാവിനെ അറിയിച്ചു. അവരുടെ യാത്രാമധ്യേ ഫലപൂർണമായ ഒരു താന്നിമരം നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഉടനെ രാജാവ് പറഞ്ഞു,
ഈ താന്നിമരത്തിൽ 5 കോടി ഇലയും 2095 കായ്കളുമുണ്ട്. ചുവട്ടിൽ വീണ് കിടക്കുന്ന കായ്കൾ അതിലുള്ളതിനേക്കാൾ 100 എണ്ണം കൂടുതലാണ്. ഇത് കേട്ട ഉടനെ നളൻ ആശ്ചര്യപ്പെട്ടു. രഥം നിർത്തി തനിക്കത് എണ്ണി നോക്കി ബോധ്യപ്പെടണമെന്ന് പറഞ്ഞു. നളൻ പോയി കായ്കൾ എണ്ണി നോക്കിയപ്പോൾ രാജാവ് പറഞ്ഞ എണ്ണം ശരിയാണ് എന്ന് കണ്ടു. നളൻ തിരിച്ചു വന്ന് രാജാവിനോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ ചുവട്ടിൽ 2195 കായ്കൾ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിൽക്കുന്ന കായ്കളുടെ എണ്ണവും ഇലകളുടെ എണ്ണവും അങ്ങ് പറഞ്ഞത് ശരിയാകണം. അങ്ങയുടെ ഗണന സാമർഥ്യം അത്ഭുതം തന്നെ. ഭഗവാൻ ഈ വിദ്യ എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാജാവ്, എനിക്ക് ഗുണനവിദ്യ മാത്രമല്ല അഷ്ടഹൃദയ വിദ്യയും നന്നായി അറിയാം. നളൻ, എങ്കിൽ അഷ്ടഹൃദയ മന്ത്രം ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാം. പകരമായി അഷ്ടഹൃദയ വിദ്യ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരണം. രാജാവ് ഉടനെ തന്നെ അഷ്ടഹൃദയ വിദ്യ നളന് ഉപദേശിച്ചു കൊടുത്തു. അഷ്ടഹൃദയ വിദ്യ പിന്നീട് സൗകര്യം പോലെ നളനിൽ നിന്നും സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. നളൻ അഷ്ടഹൃദയം ഗ്രഹിച്ച ഉടനെ അവനെ ബാധിച്ചിരുന്ന കലി കർക്കോടക വിഷം ഛർദ്ദിച്ചു പുറത്തേക്ക് ചാടി. കലിയെ കണ്ട് ക്രുദ്ധനായി ശപിക്കാൻ ഭാവിച്ച നളനോട് കലി അപേക്ഷിച്ചു, എന്നോട് പൊറുക്കണേ, ക്ഷമാശീലനായ അങ്ങ് കോപം അടക്കേണമേ. കർക്കോടകൻ കടിച്ച അന്നു മുതൽ ഞാൻ വിഷബാധയേറ്റ് എരിവരി കൊള്ളുകയായിരുന്നു. ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. എന്നെ ശപിക്കാതെ വെറുതെ വിട്ടാൽ ഭഗവാന്റെ കീർത്തനം ചൊല്ലുന്ന മനുഷ്യർക്ക് കലിബാധ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്യുന്നു. നളൻ കലിയെ വെറുതെ വിട്ടു. കലി അടുത്തുണ്ടായിരുന്ന താന്നിമരത്തിൽ കയറി. കലി സ്പർശിച്ചതുകൊണ്ട് അന്നു മുതൽ താന്നിമരം അപ്രശസ്തമായി തീർന്നു. കലി ഒഴിഞ്ഞുപോയെങ്കിലും നളന്റെ ബാഹുകനായുള്ള വികൃതരൂപം അതേപടി നിലനിൽക്കുന്നു. നളനും കലിയും തമ്മിലുള്ള സംഭാഷണമൊന്നും ഋതുപർണൻ കേൾക്കുകയുണ്ടായില്ല. ഋതുപർണനും നളനും യാത്ര തുടർന്നു. അവർ വിദർഭയിലെത്തി രാജധാനിയിൽ പ്രവേശിച്ചു. നളൻ തേര് നിർത്തി. രാജാവ് തേരിൽ നിന്നിറങ്ങി. ചുറ്റും നോക്കി. സ്വയംവരത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും അവിടെ കണ്ടില്ല. ഇതിൽ എന്തോ മറിമായമുണ്ടെന്ന് കരുതി രാജാവ് സംഭ്രമിച്ചു. ഋതുപർണൻ വന്ന വിവരം അറിഞ്ഞ ഉടനെ ഭീമരാജാവ് പോയി അദ്ദേഹത്തെ യഥോചിതം സ്വീകരിച്ചു. ആഗമനത്തിൻ്റെ കാരണം തിരക്കി. സ്വയംവരത്തിൻ്റെ കാര്യം ഒന്നും പറയാതെ ഭഗവാനെ വന്ദിക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് ഋതുപർണൻ തടിതപ്പി. രാജാവ് പറഞ്ഞതിനേക്കാൾ കൂടുതലായി എന്തോ കാര്യമുണ്ടെന്നും ഭീമരാജാവ് ഊഹിച്ചുവെങ്കിലും അതൊക്കെ പിന്നീട് അറിയാമെന്ന് കരുതി ഋതുപർണനെ മറ്റൊരു രാജമന്ദിരത്തിലാക്കി വിശ്രമിക്കുന്നതിന് ഏർപ്പാട് ചെയ്തു. ഓരോ നിമിഷവും ഋതുപർണന്റെ വരവ് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ദമയന്തി രാജാവ് എത്തി എന്നറിഞ്ഞപ്പോൾ അത്യധികമായി സന്തോഷിച്ചു. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് അയോധ്യയിൽ നിന്നും ഇവിടെ എത്തണമെങ്കിൽ അഷ്ടഹൃദയ മന്ത്രം അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കണം തേർ തെളിച്ചിരുന്നത് എന്നും അത് നളനായിരിക്കാൻ ഇടയുണ്ടെന്നും അവൾ അനുമാനിച്ചു. ദമയന്തി ഒരു ദാസിയെ വിളിച്ചു വരുത്തി. ദാസിയോട് പറഞ്ഞു, നീ ഋതുപർണ രാജാവ് താമസിക്കുന്ന മന്ദിരത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ തേർ തെളിച്ച സാരഥിയെ കണ്ട് പർണാദൻ പാടിയ പാട്ട് അദ്ദേഹത്തെ കേൾപ്പിക്കണം. അദ്ദേഹം അപ്പോൾ എങ്ങനെ പെരുമാറുന്നുവെന്നും എന്തു മറുപടി പറയുന്നുവെന്നും അറിഞ്ഞു വരിക. എല്ലാം ശ്രദ്ധയോടെ ചെയ്യണം. ദാസി ബാഹുവന്റെ അടുത്തുപോയി കുശല പ്രശ്നങ്ങൾക്ക് ശേഷം പർണാദൻ പണ്ടുപാടിയ പാട്ടുപാടി കേൾപ്പിച്ചു. ഇത് കേട്ടപ്പോൾ നളന്റെ ഹൃദയം പിടച്ചു. കണ്ണുകൾ നിറഞ്ഞു. ധാരധാരയായി കണ്ണുനീരൊഴുകി ഗൽഗതത്തോടെ അവൻ പറഞ്ഞു, എത്ര വലിയ വിഷമാവസ്ഥയിൽപ്പെട്ടാലും കുലസ്ത്രീകൾ ഭർത്താക്കന്മാരോട് കോപിക്കുകയില്ല. ഭാര്യയെ ഉപേക്ഷിച്ചതിൻ്റെ ആവിയിൽ കഴിച്ചുകൂട്ടുന്ന ഒരു ഭർത്താവിനോട് ഭാര്യ ഒരിക്കലും പരിഭവിക്കരുത്. നളന് വീണ്ടും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ഠം ഇടറി. ദീർഘമായി നെടുവീർപ്പിട്ടുകൊണ്ട് നിലത്തിരുന്നു. ദൂതി ദമയന്തിയുടെ അടുത്തെത്തി നടന്ന വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. അപ്പോൾ ബാഹുകൻ നളൻ തന്നെയാണെന്ന് ദമയന്തിക്ക് തോന്നി. എങ്കിലും വിരൂപനായ ബാഹുകന്റെ ആകൃതി നളന്റെ കോമള കളയപരത്തോട് വിദൂരമായിട്ട് പോലും യോജിക്കാത്തത് കൊണ്ട് അവളുടെ മനസ്സ് പതറി. അവൾ വീണ്ടും ദൂതിയെ ബാഹുകന്റെ അടുത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. അവൾ ദൂതിയോട് പറഞ്ഞു, നീ അദ്ദേഹത്തോട് ഒന്നും ചോദിക്കണ്ട. അടുത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹം ആവശ്യപ്പെട്ടാലും തീയോ വെള്ളമോ കൊടുക്കരുത്. അയാൾ തീയും വെള്ളവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കണം. ദാസി വീണ്ടും ബാഹുകനെ സമീപിച്ചു. അവൾ ബാഹുകന്റെ നടപടികളെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചിട്ട് ദമയന്തിയുടെ അടുത്തെത്തി പറഞ്ഞു, എൻ്റെ കൊച്ചമ്മേ, അദ്ദേഹം അമാനുഷികമായ ശക്തിവിശേഷങ്ങളുള്ള ആളാണ്. ഋതുവർണ രാജാവിൻ്റെ ഭോജനത്തിനായി വിശേഷപ്പെട്ട മൃഗങ്ങളുടെ മാംസം കൊടുത്തയച്ചിരുന്നുവല്ലോ. അവിടെ ഇരുന്ന കുടങ്ങളിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. ആ സാരഥി അതിലേക്ക് നോക്കി എന്തോ പറഞ്ഞപ്പോൾ ഒരു കുടം വെള്ളം കൊണ്ട് നിറഞ്ഞു. വെള്ളമെടുത്ത് പദാർത്ഥങ്ങളെല്ലാം കഴുകി വെച്ചു. അതിനുശേഷം ഒരു പിടി ഉണക്കപ്പുല്ലെടുത്ത് കയ്യിൽ പിടിച്ച് ധ്യാനിച്ചു. ഉടനെ അതിന് തീ കത്തി. തീയുടെ സ്പർശമേറ്റിട്ടും അദ്ദേഹത്തിൻ്റെ കൈ പൊള്ളിയില്ല. പിന്നെ മറ്റൊരാശ്ചര്യവും ഞാൻ കണ്ടു. കുറച്ച് പുഷ്പങ്ങൾ കയ്യിലെടുത്ത് തിരുമ്മി
പുഷ്പങ്ങൾ കൂടുതൽ വികസിച്ചു. അതിൻ്റെ മണം അവിടെയെല്ലാം വ്യാപിച്ചു. നിശ്ചയമായും അദ്ദേഹം വെറുമൊരു ധരാളിയല്ല, ദേവന്മാരെ പോലെയുള്ള ആരോ ആണ്. ദമയന്തി ഇത് കേട്ടപ്പോൾ കൂടുതൽ കുഴങ്ങി. പ്രവൃത്തിയെല്ലാം നളൻ്റേതുപോലെ, എന്നാൽ ആകൃതിയിൽ യാതൊരു സാമ്യവുമില്ല. ഒരു പരീക്ഷണം കൂടി നടത്താൻ ദമയന്തി തീരുമാനിച്ചു. ബാഹുകൻ തയ്യാറാക്കിയ മാംസക്കറിയിൽ നിന്ന് കുറച്ച് തനിക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരാനായി ദാസിയെ നിയോഗിച്ചു. അവൾ അത് വാങ്ങിക്കൊണ്ടുവന്നു. ദമയന്തി രുചിച്ചു നോക്കി. ഹായ്, എന്തൊരു സ്വാദ്! നളപാചകം തന്നെ. നളനെ കൊണ്ടല്ലാതെ ഇപ്രകാരം പാചകം ചെയ്യാൻ സാധ്യമല്ലെന്ന നിഗമനത്തിൽ ദമയന്തി എത്തി. ദമയന്തി തൻ്റെ 2 കുട്ടികളെയും ദാസിയോടൊപ്പം ബാഹുകന്റെ അടുത്തേക്ക് അയച്ചു. കുട്ടികളെ കണ്ട ഉടൻ തന്നെ ബാഹുകൻ അവരെ എടുത്ത് തൻ്റെ മടിയിലിരുത്തി തെരുതര ചുംബിക്കുകയും എന്തൊക്കെയോ ഓർത്തോർത്ത് കരയുകയും ചെയ്തു. അവൻ പറഞ്ഞു, എനിക്ക് ഇതേ പ്രായത്തിൽ ഇതുപോലെയുള്ള 2 കുട്ടികളുണ്ട്. അത് ഓർത്തിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. നീ കൊട്ടാരത്തിലെ ഒരു ദാസിയല്ലേ, ഇങ്ങനെ അടിക്കടി ഇവിടെ വരരുത്. ആളുകൾ പലതും ചിന്തിക്കുകയും പറയുകയും ചെയ്യും. നീ കുട്ടികളെയും കൊണ്ട് മടങ്ങിപ്പോവുക. ദൂതി കുട്ടികളുമായി ദമയന്തിയുടെ അടുത്തെത്തി നടന്നതെല്ലാം അറിയിച്ചു. നളനുമായി രൂപസാദൃശ്യമില്ലെങ്കിലും ബാഹുകൻ നളൻ തന്നെയാണ് എന്ന തീരുമാനത്തിൽ ദമയന്തി എത്തി. അവൾ അമ്മയെ കണ്ടു. ബാഹുകനെ പരീക്ഷിച്ച വിവരമെല്ലാം അമ്മയെ അറിയിച്ചു. അവൾ പറഞ്ഞു, അമ്മേ, അദ്ദേഹം നളൻ തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാ പ്രവൃത്തികളും നളൻ്റേതുപോലെ തന്നെയാണ്. രൂപം വ്യത്യാസപ്പെട്ടിരിക്കുന്നതിന് എന്തെങ്കിലും തക്ക കാരണം കാണും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തത്. ആകയാൽ ഒന്നുകിൽ അദ്ദേഹത്തെ പോയി കാണുന്നതിന് എന്നെ അനുവദിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടേക്ക് വരുത്തണം. ഭീമരാജാവിൻ്റെ അനുവാദം വാങ്ങി ബാഹുവിനെ ദമയന്തിയുടെ അന്തപുരത്തിലേക്ക് വരുത്തി. അലസമായി വസ്ത്രം ധരിച്ച് ജട പിടിച്ച കേശത്തോടെ ക്ഷീണിത ഗാത്രയായി ദുഃഖപരവശിയായി നിൽക്കുന്ന ദമയന്തിയാണ് നളൻ കണ്ടത്. അവൻ കുറ്റബോധത്തോടെ അവളെ നോക്കാൻ പോലും ധൈര്യമില്ലാതെ അവളുടെ മുന്നിൽ തല കുനിച്ചു നിന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് അരുവി പൊട്ടി ഒഴുകുന്നത് പോലെ അശ്രു പ്രവഹിച്ചു. ഇനി നള ദമയന്തി സംഗമം. കോമള കളയബരനായ തേജസ്വിയായ നളന്റെ സ്ഥാനത്ത് വിരൂപിയും കുള്ളനുമായ ബാഹുകനെ കണ്ടപ്പോൾ ദമയന്തി പകച്ചു നിന്നുപോയി. അവളുടെ മനസ്സിൻ്റെ സമതല തെറ്റി എന്ന് എന്തു പറയണമെന്നറിയാതെ അവൾ ഏതാനും നിമിഷം ബാഹുവിനെ തന്നെ നിർനിമേഷയായി നോക്കി നിന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ദമയന്തി പറഞ്ഞു, അല്ലയോ ബാഹുക, എന്നെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയ എൻ്റെ ഭർത്താവായ നളൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അമാനുഷികത്വവും ഞാൻ അങ്ങയിൽ കാണുന്നു. അനുവ്രതവും അനുരക്തയും പുത്രവതിയുമായി എന്നെ പരിത്യജിച്ച നളനാണോ അങ്ങ്? ആരാണ് സത്യം പറയൂ? നളൻ. ദമയന്തി, ഞാൻ നളൻ തന്നെയാണ്. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടതും എന്നെ ഉപേക്ഷിച്ചതും എന്നെ ഉപേക്ഷിച്ചതും ഞാൻ തന്നെയാണ്. ചെയ്ത കർമ്മം കൊണ്ടല്ല, അതെല്ലാം കലി ചെയ്ത പണിയാണ്. ഞാൻ ചെയ്ത കർമ്മം കൊണ്ടല്ല, അതെല്ലാം കലി ചെയ്ത പണിയാണ്. ഇപ്പോൾ കലി എന്നെ വിട്ടുപോയിരിക്കുന്നു. ഞാൻ ഇവിടെ വന്നത് നിന്നെ ഓർത്തിട്ട് മാത്രമാണ്. എന്നാൽ നീ രണ്ടാമത് സ്വയംവരം ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ എങ്ങനെ സഹിക്കും? ഋതുവർണ്ണ രാജാവ് അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. തൻ്റെ മുന്നിൽ വികൃതരൂപനായി നിൽക്കുന്ന ബാഹുകൻ യഥാർത്ഥ നളനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദമയന്തി അവൾക്ക് ഇതുവരെ ഏർപ്പെട്ട എല്ലാ ദുഃഖങ്ങളും വിസ്മരിച്ചു. അവൾ ഹർഷോന്മാദത്താൽ പുളകിത ഗാത്രയായി. അവൾ പറഞ്ഞു, പ്രാണനാഥ, രണ്ടാം സ്വയംവരമാണ് എന്ന വാർത്ത ഭവാനെ ഇവിടെ വരുത്തുവാൻ വേണ്ടി ഞാൻ പ്രയോഗിച്ച സൂത്രം മാത്രമാണ്. ഭവാനല്ലാതെ ഒരു പകൽ കൊണ്ട് 100 യോജന അശ്വങ്ങളെ പായിക്കുവാൻ ആർക്ക് കഴിയും? നളൻ തൻ്റെ പ്രാണപ്രേയസിയെ ഉറ്റുനോക്കി. തന്നെ നിർനിമേഷയായി നോക്കി നിൽക്കുന്ന ദമയന്തിയുടെ കണ്ണുകളുമായി നളൻ്റെ കണ്ണുകൾ ഇടഞ്ഞു. 2 പേരുടെയും മുഖം ചന്ദ്രസമാനം പ്രശോഭിച്ചു. നളൻ ഉടനെ തന്നെ കാർക്കോടകനെ സ്മരിച്ചുകൊണ്ട് ദിവ്യവസ്ത്രം ധരിച്ചു. ബാഹുകന്റെ വൈരൂപ്യമില്ലാതായി യഥാർത്ഥ നളന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവൻ തൻ്റെ പത്നിയെ മാറോടണച്ച് ആശ്ലേഷിച്ചു. ഇരുവരും ആനന്ദസാഗരത്തിൽ ആറാടി. ഇത് കണ്ടുനിന്ന രാജ്ഞിയുടെയും മറ്റുള്ളവരുടെയും കൺകളിൽ സന്തോഷ ബാഷ്പം നിറഞ്ഞു. രാജ്ഞി ഉടനെ തന്നെ വിവരമെല്ലാം ഭീമരാജാവിനെ അറിയിച്ചു. 4 വർഷമായി വിട്ടുപിരിഞ്ഞിരുന്ന നളനും ദമയന്തിയും അവരവർക്കുണ്ടായ അനുഭവങ്ങളെല്ലാം പരസ്പരം പറഞ്ഞ് രാത്രി കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം രാവിലെ ഇരുവരും ഭീമരാജാവിൻ്റെ മുന്നിലെത്തി. അദ്ദേഹത്തെ നമസ്കരിച്ചു. അദ്ദേഹം അവരെ സമാശ്വസിപ്പിച്ചു. നളൻ ഋതുപർണൻ്റെ അരികിലെത്തി. അശ്വപാലകനായി തന്നോടൊപ്പം ഇത്രയും കാലം കഴിച്ചുകൂട്ടിയ ബാഹുകനാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് രാജാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ യഥാർത്ഥ വിവരം അറിയിക്കാതെ വേഷപ്രച്ഛന്നനായി കഴിച്ചുകൂടാൻ ഇടയായതിന് നളൻ ഋതുപർണനോട് മാപ്പ് ചോദിച്ചു. ഋതുപർണൻ പറഞ്ഞു, ഞാനാണ് അങ്ങയോട് മാപ്പ് ചോദിക്കേണ്ടത്.
നളമഹാരാജാവിനെ എൻ്റെ കുതിരക്കാരനായും തേരാളിയായും ജോലി ചെയ്യിച്ചത് കടുങ്കൈയായിപ്പോയി. അങ്ങയോട് ഞാൻ ബഹുമാനമില്ലാതെ പെരുമാറിക്കാണും. അതൊക്കെ ക്ഷമിക്കണം. തന്നോട് കരുണ കാണിച്ച ഋതുവർണ്ണനോട് നളൻ നന്ദി പറഞ്ഞു. അപ്പോഴേക്കും ഭീമരാജാവ് അവിടെ എത്തി. ഋതുവർണ്ണനെ വിദർഭയിലേക്ക് വരുത്താനിടയായ സാഹചര്യം വിവരിച്ചിട്ട് രാജാവ് പറഞ്ഞു, നളനെ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിൽ എൻ്റെ മകൾ ഒരു രണ്ടാം സ്വയംവര കഥ കെട്ടിച്ചമച്ചതാണ്. അങ്ങയെ അധിക്ഷേപിച്ചതായി അങ്ങ് കരുതരുത്. നാം തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കുറവും ഉണ്ടാകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഋതുവർണ്ണൻ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി. നളൻ ഏതാനും ദിവസം വിദർഭയിൽ താമസിച്ചു. അതിനുശേഷം സൈന്യത്തിൻ്റെ അകമ്പടിയോടെ നിഷധത്തിൽ എത്തി പുഷ്കരനെ ചൂതാട്ടത്തിന് വിളിച്ചു. ഋതുവർണ്ണനിൽ നിന്ന് അക്ഷവിദ്യ മനസ്സിലാക്കിയിരുന്ന നളന് പുഷ്കരനെ ചൂതിൽ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിഞ്ഞു. നളൻ തന്നെ നഷ്ടപ്പെട്ട രാജ്യവും വീണ്ടെടുത്തു. നളൻ പുഷ്കരനോട് പറഞ്ഞു, എടാ മൂടാ, നീ ഇപ്പോൾ എൻ്റെ ദാസനായിരിക്കുന്നു. നീ വധശിക്ഷയ്ക്ക് അർഹനാണ്. എങ്കിലും ഞാനത് ചെയ്യുകയില്ല. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത് കലി കാരണമാണ്. അന്യൻ വരുത്തിവെച്ച ദോഷം ഞാൻ നിന്നിൽ ആരോപിക്കുന്നില്ല. നിന്റെ പ്രാണൻ നിനക്ക് തന്നിരിക്കുന്നു. അതോടൊപ്പം നിനക്ക് മുമ്പ് ഞാൻ തന്നിരുന്നത് പോലെയുള്ള ധനവും കുടുംബാധികാര അവകാശങ്ങളും മേലിലും അനുവദിച്ച് തരുന്നതായിരിക്കും. നീ സുഖമായി ജീവിച്ചു കൊള്ളുക. നളൻ തിരിച്ചെത്തിയ വിവരമറിഞ്ഞ് പൗരജനങ്ങൾ ആനന്ദ നൃത്തമാടി. അവർ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഉത്സവമായിട്ട് ആഘോഷിച്ചു. നളൻ ജംബുദ്വീപിലെ ഏറ്റവും ശക്തനായ രാജാവായി വാണു. അദ്ദേഹം ദമയന്തിയോട് ചേർന്ന് സസുഖം ദീർഘകാലം ജീവിച്ചു. യുധിഷ്ഠിര മഹാരാജാവെ, ചൂതുകളിൽ തോറ്റ് എല്ലാം നഷ്ടപ്പെട്ട നളൻ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ ഒരു ചെറിയ അംശം പോലും ഭവാന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങയ്ക്ക് ഭാര്യയും സഹോദരന്മാരും എപ്പോഴും തുണയായിട്ടുണ്ട്. അങ്ങയോടൊപ്പം വിജ്ഞാനമുഖ്യരായ ബ്രാഹ്മണർ വസിക്കുന്നു. പിന്നെ എന്തിനാണ് അങ്ങ് ദുഃഖിക്കുന്നത്? ഭാവിയിൽ അങ്ങേക്ക് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകും. ധൈര്യമായിരിക്കുക. ബൃഹദശ്വ മഹർഷി എല്ലാവരെയും ആശീർവദിച്ചിട്ട് അവരോട് യാത്ര പറഞ്ഞു പോയി. ഇതോടുകൂടി നളചരിതം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ